ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എല്ലായിടത്തും മഴയുണ്ടോ, മഴ കുറഞ്ഞോ, എന്തൊക്കെയാണ് കാലാവസ്ഥ എന്നൊന്ന് പറയാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി, കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ വന്ന റെസിപ്പിയാണ്. ബീഫ് റോസ്റ്റ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ ബീഫ് കഴിക്കില്ല, അപ്പോൾ സോയ ചങ്ക്സ് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ സോയ ചങ്ക്സ് വെച്ചിട്ട് ബീഫ് റോസ്റ്റിൻ്റെ സെയിം റെസിപ്പി തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഈ സോയ ചങ്ക്സ് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ബീഫ് റോസ്റ്റിന് പകരം സോയ ചങ്ക്സ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സവോള, ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി, മീഡിയം വലിപ്പമുള്ള തക്കാളിയാണിത്, 4 പച്ചമുളക്, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും പൊടികളും ഒക്കെയാണ്. അപ്പോൾ അത് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സോയ ചങ്ക്സ് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വയ്ക്കുക. ആദ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇട്ട് വയ്ക്കാൻ. അതിനുശേഷം നമുക്ക് ഈ സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ സോയ ചങ്ക്സ് ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകുക കേട്ടോ. അതിലുള്ള പൊടിയൊക്കെ പോകണം. ഇതിലേക്ക് ഞാനിനി തിളപ്പിച്ച വെള്ളം സോയ ചങ്ക്സിൻ്റെ അതേ ലെവലിൽ തന്നെ ചേർക്കാണ്. ഇതൊന്ന് സോക്കായി വരാനാണ് നമ്മൾ ഇതുപോലെ വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലെ വലിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. ആദ്യം അപ്പോൾ നമ്മൾ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള, സവോള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചതച്ച് ചേർക്കുന്നതിനാണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഇനി സവോള നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്തും കൂടി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങക്കൊത്ത് ചേർക്കാതെ കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് തേങ്ങക്കൊത്തിൻ്റെ കാര്യം പറഞ്ഞത്, ചേർക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ, അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി.
ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൊടികൾ കുക്കായി വന്നോളും. അപ്പോൾ ഇതിൽ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഞാനിപ്പോൾ ആ ഉള്ള എണ്ണയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഒട്ടും തന്നെ എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊടികളുടെ ആ റോ സ്മെല്ലും റോ ടേസ്റ്റും മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തക്കാളി നന്നായി കുക്കായി വരണം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു വരണ്ട, എങ്കിലും ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കായി വരണം. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടായിരുന്ന വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് സോയ ചങ്ക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ സോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ വലിയ സോയ ചങ്ക്സ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഈ ഒരു കറി ചെയ്യുമ്പോൾ ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. വലിയ സോയ ചങ്ക്സിനാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അത് സോയ ചങ്ക്സിൻ്റെ ഏത് റെസിപ്പി ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ വലിയ സോയ ചങ്ക്സ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറുതിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതിന് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കണം. സോയ ചങ്ക്സിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടോ, സോയ ചങ്ക്സിൻ്റെ അതേ അളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 4 വിസിൽ വരുന്നത് വരെ അടച്ചു വയ്ക്കാം. 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ കുക്കർ അടയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കുക്കർ പ്രഷർ പോയി, ഞാൻ ദാ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് ഗ്രേവി ആക്കി എടുക്കാം. കറക്റ്റ് ബീഫ് പോലെ ഇരിക്കണ്ടല്ലോ. അതാണ് ബീഫ് റോസ്റ്റ് പോലൊരു സോയ ചങ്ക്സ് റോസ്റ്റ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ബീഫ് കുക്കായ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വീണ്ടും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ ബീഫിനാണെങ്കിലും സോയ ചങ്ക്സിനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ഇത് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി ഉള്ളതൊന്ന് വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ വറ്റിക്കുന്നില്ല, ചപ്പാത്തിക്ക് കറിയായിട്ട് എടുക്കുന്നതുകൊണ്ട് ഈ ഒരു ചെറിയ ഗ്രേവിയോടുകൂടി തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നമ്മളിത് ആ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ ഏതിൻ്റെ കൂടെയാണ് കഴിച്ചിട്ട് ഇഷ്ടമായതെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.